Hello everyone, welcome to Guideline Education. ഹിസ്റ്റോറിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. പരമ്പരാഗതമായി കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചൈൽഡ് റൈറ്റ്സ് എന്നുള്ള ഒരു ആശയം എമേർജ് ചെയ്തത് 20th സെഞ്ച്വറിയിലായിരുന്നു. അതുവരെ ചൈൽഡ് വെൽഫെയർ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ചൈൽഡ് റൈറ്റ്സ് എന്നുള്ള ആ ഒരു ആശയത്തിലോട്ടുള്ള മാറ്റം സംഭവിച്ചതൊക്കെ ഈ ഒരു 20th സെഞ്ച്വറിയിലാണ്. കുട്ടികളുടെ അവകാശങ്ങളുടെ ഉത്ഭവം, സോഷ്യൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ, എംപവർമെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് നിരവധി നിയമങ്ങൾ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടു. കുട്ടികളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കുമായി സർക്കാർ യൂണിസെഫ് പോലെയുള്ള സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു മിഡീവൽ ഏജ്. മിഡീവൽ ഏജിന് മുമ്പുള്ള കുട്ടികളുടെ പരിചരണം. പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്യാഗം, കരുണ, ദാനം, അഹിംസ, സമത്വം അങ്ങനെയുള്ള മൂല്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു അല്ലേ. ആ ഒരു സമയത്തുള്ള എഴുത്തുകളിലൊക്കെ അത് പ്രതിപാദിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ, അർത്ഥശാസ്ത്രം എന്നിവയിലൊക്കെ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ അവരോടൊക്കെ റെസ്പെക്റ്റ് കാണിക്കണം, അല്ലെങ്കിൽ അവരോടൊക്കെ കാരുണ്യം കാണിക്കണം, അങ്ങനെ വിവേചനമില്ലാതെ എല്ലാവരോടും പെരുമാറണം, അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതായത് പുരാതന ഇന്ത്യൻ നിയമത്തിൽ കുട്ടികൾ സമൂഹത്തിൽ വളരെ താഴെയുള്ള പടിയിലാണെങ്കിൽ കൂടെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകണം, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും ഏജ്, ജെൻഡർ, കാസ്റ്റ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള കുറച്ച് ഡിസ്ക്രിമിനേഷൻസൊക്കെ ആ ഒരു കാലഘട്ടത്തിലും എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഇനി മിഡീവൽ ഏജിൽ നോക്കുകയാണെങ്കിൽ, മിഡീവൽ ഏജ് എന്ന് പറഞ്ഞാൽ 11th സെഞ്ച്വറി മുതൽ 17th സെഞ്ച്വറി വരെയുള്ള കാലഘട്ടം അല്ലേ. ആ ഒരു കാലഘട്ടത്ത് അറബികൾ, തുർക്കികൾ, അഫ്ഗാനികൾ, മുഗൾ വംശം അങ്ങനെയുള്ളവരുടെയൊക്കെ വരവോടുകൂടെ ഇന്ത്യയുടെ സമ്പത്തും സംസ്കാരമൊക്കെ നശിച്ചുപോയില്ലേ. കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് പോഷകാഹാരം കിട്ടുക, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി പോയില്ലേ. പ്രോപ്പറായിട്ടുള്ള ലിവിങ് കണ്ടീഷൻ തന്നെ ഇല്ലാത്ത സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുമോ? ഇല്ല അല്ലേ. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഹിന്ദുസിൻ്റെയൊക്കെ കേസിൽ നോക്കുകയാണെങ്കിൽ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ബ്രാഹ്മണർ, ക്ഷത്രിയർ അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളതായി മാറി. മുസ്ലിംസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഉയർന്ന വിഭാഗത്തിലുള്ളവർക്ക് മാത്രം മൗലവിമാരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കൂടാതെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് വളരെ അപൂർവം കാഴ്ചകളിൽ ഒന്നായി മാറിയില്ലേ. ഏറ്റവും ആൺകുട്ടികൾക്കായിരുന്നു ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പെൺകുട്ടികളെ എപ്പോഴും ഒരു പഠിക്കേണ്ടവരല്ല, പെൺകുട്ടികളെ എപ്പോഴും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ആ ഒരു രീതിക്കാണ് കണ്ടിരുന്നത്. അത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികളും സമൂഹത്തിലെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. അപ്പോൾ ഈ ഒരു രീതിക്കാണ് മിഡീവൽ ഏജിൽ കുട്ടികളുടെ അവസ്ഥ ഉണ്ടായിരുന്നത്. ഫാമിലീസ് തന്നെ അവരുടെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടേതായിട്ടുള്ള അവകാശങ്ങളൊന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ അവരുടെ മക്കളും ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സാമൂഹിക രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതൊക്കെ കുട്ടികളുടെ അവസ്ഥ ഒന്നുകൂടെ പരിതാപകരമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്, കുറച്ചുകൂടെ ദുരിതത്തിലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ കഠിനമായ ഫിസിക്കൽ പണിഷ്മെൻറ്റുകൾ കുട്ടികൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ചിൽഡ്രൻ ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. സ്വതന്ത്ര സമരവും അതുപോലെ സ്വതന്ത്രം കിട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞത് നമ്മൾ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ സോഷ്യൽ റീഫോമിനും കൂടെ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അതായത് സ്വതന്ത്ര സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രം നേടാൻ വേണ്ടി മാത്രമല്ല, ഇന്ത്യൻ സംസ്കാരത്തെ പുതുക്കി പിടിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ളതായിരുന്നു. ലീഡേഴ്സ് ലൈക്ക് ഗാന്ധി, ലാലാ ലജ്പത് റായ്, ലാൽ ബഹദൂർ ശാസ്ത്രി വർക്ക്ഡ് അഗെയിൻസ്റ്റ് ഇല്ലിറ്ററസി, ചൈൽഡ് മാരേജ് ആൻഡ് നെഗ്ലക്റ്റ് ഓഫ് ചിൽഡ്രൻ. ഇതിലൂടെ കുട്ടികളുടെ പ്രോപ്പറായിട്ടുള്ള വളർച്ച നമ്മുടെ രാജ്യത്തിൻ്റെ പുനരുദ്ധാരണത്തിനു കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ ക്ഷേമത്തിന് നമ്മൾ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം നൽകി. അതിനു വേണ്ടിയിട്ട് അപ്രൻറ്റീസ് ആക്ട്, റീഫോർമേറ്ററി സ്കൂൾ ആക്ട് പോലെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു. ഇന്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ 1923 സേവ് ദ ചിൽഡ്രൻ ഇൻ്റർനാഷണൽ യൂണിയൻ 5 പോയിന്റിന് ഡിക്ലെയർ ചെയ്തു.
1924 ലീഗ് ഓഫ് നേഷൻ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദി ചൈൽഡ് അംഗീകരിച്ചു. ഇതിലൂടെ കുട്ടികളുടെ ക്ഷേമം, വളർച്ച, സംരക്ഷണം മുതലായവയിൽ മുതിർന്നവരുടെ ഉത്തരവാദിത്തം ആദ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ആൻഷ്യൻ ഇന്ത്യയിൽ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നിരുന്നാൽ കൂടെ കുറച്ച് സോഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ നിലനിന്നിരുന്നു. ഇനി മിഡീവൽ ആൻഡ് ബ്രിട്ടീഷ് പീരീഡിലൊക്കെ നോക്കുമ്പോൾ കുട്ടികളുടെ കണ്ടീഷൻ വളരെ വേസ്റ്റ് ആയിരുന്നു. ആ ഒരു പീരീഡിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഫ്രീഡം സ്ട്രഗിളാണ് കുട്ടികൾക്ക് നമ്മൾ കുറച്ച് കൺസിഡറേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവരെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിക്കൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത് ഫ്രീഡം സ്ട്രഗിളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ലോസുകളും കൂടെ മെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വെൽഫെയറിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ചധികം ലോസുകൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ചെയ്ത സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് യൂണിസെഫ് നമുക്കറിയാമല്ലേ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കുട്ടികൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയില്ലേ. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് യുണൈറ്റഡ് നേഷൻ 11 ഡിസംബർ 1946 ഒരു പ്രത്യേക ഏജൻസിയെ എസ്റ്റാബ്ലിഷ് ചെയ്തു. യൂണിസെഫ്, യുണൈറ്റഡ് നേഷൻ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ആ ഒരു സമയത്ത് മെയിനായിട്ട് യുദ്ധത്തിൽ വീടുകളില്ലാതായ അല്ലെങ്കിൽ കുടുംബം നഷ്ടപ്പെട്ട കുട്ടികൾക്ക്, അതായത് സംരക്ഷണത്തിനുമായി ഇല്ലാതെ പോയ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയായിരുന്നു ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ യൂണിസെഫിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ 53 ഒക്ടോബറിൽ യൂണിസെഫിൻ്റെ ചുമതല ഒന്നുകൂടെ അവരെന്ത് ചെയ്തു, പുതുക്കി പണിതു എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒന്നുകൂടെ അത് റീഡിഫൈൻ ചെയ്തു. മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും സംഘർഷങ്ങളും അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു സമയത്തേക്ക് മാത്രമല്ലാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ സഹായം നൽകുക എന്നുള്ളത് യൂണിസെഫിൻ്റെ ഒരു മെയിൻ മോട്ടോ ആയിട്ട് കൺസിഡർ ചെയ്തു. യൂണിസെഫ് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻ ഫണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. യൂണിസെഫ് ഇൻ ഇന്ത്യ 1949 മുതൽ ഇന്ത്യയിൽ യൂണിസെഫ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ ഇന്ത്യയിലെ കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ ഡെവലപ്മെൻറ്റിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാമുകൾ അതുപോലെ ആക്ടിവിറ്റീസൊക്കെ സർക്കാരും യൂണിസെഫും കൂടെ ചേർന്നിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇന്ത്യൻ സർക്കാർ യൂണിസെഫുമായി സഹകരിച്ച് 1953 ഒക്ടോബറിൽ യൂണിസെഫിൻ്റെ പ്രവർത്തനം ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു ടൈമിൽ എക്കണോമിക്കലി അതുപോലെ പൊളിറ്റിക്കലി ഒക്കെയുള്ള ഇന്ത്യൻ സർക്കാർ യൂണിസെഫുമായി സഹകരിച്ച് കുട്ടികളുടെ അവകാശം അതുപോലെ ടീനേജേഴ്സും വുമേൺസിൻ്റെയൊക്കെ റൈറ്റ്സുകളൊക്കെ ഉറപ്പാക്കുന്നതിനായിട്ട് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ഇതിലൂടെ കാസ്റ്റ്, ജെൻഡർ, കസ്റ്റം, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, റീജിയൻ ഓർ റിലീജിയൻ അതിൻ്റെയൊക്കെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ കുറക്കാനും കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതാണ് പ്രധാനമായിട്ടും യൂണിസെഫിൻ്റെ എയിം. അണ്ടർസ്റ്റാൻഡിങ് ചൈൽഡ് റൈറ്റ്സ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് അഫക്റ്റഡ് പീപ്പിൾ. ബാധിക്കപ്പെട്ടവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചൈൽഡ് റൈറ്റ്സ്, അതായത് കുട്ടികളുടെ അവകാശങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ സൊസൈറ്റിയിലെ മറ്റേത് വിഭാഗത്തെക്കാളും കുട്ടികൾക്കാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ വയലേറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് അത്? കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വയലൻസിനെയൊക്കെ സ്വയം പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഉള്ള കഴിവില്ല അല്ലേ. അവരെപ്പോഴും ബാക്കിയുള്ള അഡൽട്ടിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചൈൽഡ് ലേബർ, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ട്രാഫിക്കിംഗ്, വയലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്കിടയിൽ നടത്താൻ അല്ലെങ്കിൽ കുട്ടികളെ ഇരകളാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഇങ്ങനെ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വയലൻസ്. കുട്ടികൾ വീടിൻ്റെ പുറത്ത് മാത്രമല്ല അല്ലേ, വീടിനകത്തും പുറത്തും കുട്ടികൾ ഒരേപോലെ വയലൻസ് അനുഭവിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കപ്പെടുക അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പിന്തുണ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞത് എല്ലാ കുട്ടികളും, എല്ലാ മനുഷ്യനെ പോലെ തന്നെ കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. കുട്ടികൾക്ക് നേരെയുള്ള ഫിസിക്കൽ പണിഷ്മെൻറ്റ് അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. അവരെന്തെങ്കിലും പരാതിയൊക്കെ നൽകുകയാണെങ്കിൽ അതിനെതിരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ നടപടികൾ എടുക്കുക. അതൊക്കെയാണ് വയലൻസ് എന്നുള്ള ആ ഒരു ഇതിൽ തുടങ്ങിയവയൊക്കെയായിരുന്നു അവരുടെ നിർദ്ദേശങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, ചൈൽഡ് ഫ്രണ്ട്ലി ജസ്റ്റിസ്. കുട്ടികൾക്ക് സൗഹൃദപരമായിട്ടുള്ള ഒരു നീതിന്യായം നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു.
നീതിന്യായ വ്യവസ്ഥയിൽ കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കണം അല്ലേ. കാരണം നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് റൈറ്റ്സ് ഉണ്ട് അല്ലേ. ആ റൈറ്റ്സുകളെക്കുറിച്ച് കുട്ടികൾ കുറച്ചുകൂടെ ബോധേഡ് ആയിരിക്കണം അല്ലേ. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റൈറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളത് അവരെ അറിയിക്കണം അല്ലേ. കൂടാതെ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിനുള്ളിൽ വർക്ക് ചെയ്യുന്നവരോട് അവർക്കൊരു വിശ്വാസം കൂടെ വരണം അല്ലേ. ഇനി കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ തടവിലൊക്കെ പാർപ്പിക്കാണ്ട് സോഷ്യൽ സർവീസ് പോലെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ അവരെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. കൂടാതെ ഇങ്ങനെ കസ്റ്റഡിയിലൊക്കെ ഇരിക്കുന്ന കുട്ടികളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്നുകൂടെ മാറ്റാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജീവിതശൈലികളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരു കുട്ടികളും കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ല അല്ലേ. അവരുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർ വളർന്നു വന്നിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് അവരതിലോട്ടൊക്കെ നയിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റഡിയിലുള്ള കുട്ടികളെ പോലും നമ്മൾ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് അല്ലെങ്കിൽ അവരൊരു ബെറ്ററായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അപ്പോൾ അങ്ങനെ കസ്റ്റഡിയിലൊക്കെയുള്ള കുട്ടികളെ സോഷ്യൽ സർവീസ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടും അതുപോലെ നമ്മൾ നല്ല രീതിക്കുള്ള പിന്തുണകളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ നമ്മൾ ട്രൈ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ ചൈൽഡ് പാർട്ടിസിപ്പേഷനാണ്, കുട്ടികളുടെ പങ്കാളിത്തം. കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ കുട്ടികൾക്കും അഭിപ്രായം പറയാനുള്ള അവകാശം വേണമെന്നത് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അഫക്റ്റഡ് പീപ്പിൾ, അതായത് കുട്ടികളോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ. പക്ഷേ ആ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലക്സ് പ്രൊസീജിയറാണ് അല്ലേ. തന്നെ അഡൽട്ട് അത്ര അതൊരു കാര്യമായിട്ട് എടുക്കാറില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു അഡൽട്ടിൻ്റെ അവഗണനയും അതുപോലെ തന്നെ ഈ ഒരു ദിവസം നടക്കാനുള്ള കോംപ്ലക്സിറ്റിയും ആലോചിച്ചുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലും അത് നടപ്പിലാവാറില്ല അല്ലേ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവരെ ഒന്നുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു മെക്കാനിസം കൊണ്ടുവരണം എന്നുള്ളതും അവരുടെ അഭിപ്രായങ്ങളിൽ കൊണ്ടുവരണം എന്നുള്ളതും അവർ നൽകിയ അഭിപ്രായങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും അവരുടെ ഒരു ആവശ്യങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. ചിൽഡ്രൻ വാണ്ട് ടു ബി ലിസൺഡ് ഇൻ ഫോസ്റ്റർ ഓർ കെയർ ഹോംസ്. കുട്ടികൾക്ക് എപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, ബാക്കിയുള്ളവർ കേൾക്കണം, അവർ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ വളരെ ആഗ്രഹമുള്ള കാര്യമാണ് അല്ലേ. പക്ഷെ പലർക്കും തങ്ങളെ ആരും മനസ്സിലാക്കണില്ല അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സപ്പോർട്ട് എവിടെ നിന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് തോട്ടുകളൊക്കെ അവർക്കുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കെയർ ഹോമുകളിലൊക്കെ കുട്ടികളെ ആക്കുന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിമിനേഷനാണ്. ഡിസ്ക്രിമിനേഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഡബിൾ ഡിസ്ക്രിമിനേഷനാണെന്ന് പറയാം അല്ലേ. ഒന്ന് അവർ യങ്ങാണ്, ചെറിയ കുട്ടികളാണ്, അവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ പറ്റും. കുട്ടികൾ രണ്ട് രീതിക്കാണ് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത് അല്ലേ. ഒന്ന് ചെറിയ കുട്ടികളാണ്, അവരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫാമിലികളിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ ചെറിയ കുട്ടിയല്ലേ, അവൻ അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല, നമ്മൾ തീരുമാനിച്ചാൽ മതി, ആ ഒരു ലെവലിൽ. അപ്പോൾ ബീയിങ് യങ് എന്നുള്ള രീതിക്ക് കുട്ടികൾ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ മുതിർന്നവർ അനുഭവിക്കുന്ന പോലെ തന്നെ കാസ്റ്റ്, ജെൻഡർ, ഡിസബിലിറ്റി, മൈനോറിറ്റി അതിൻ്റെ പേരിലൊക്കെയുള്ള ഡിസ്ക്രിമിനേഷനും കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനെതിരെയൊക്കെ പ്രോപ്പറായിട്ടുള്ള അവയർനെസ് കൊണ്ടുവന്നിട്ട് കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനൊക്കെയുള്ള ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ, എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് സ്കൂളിൽ കൂടുതൽ പങ്കാളിത്തവും കുട്ടികൾക്ക് സ്കൂളുകളിലൊക്കെ കുറച്ചുകൂടെ പാർട്ടിസിപ്പേഷനും അതുപോലെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, അവർക്ക്
കൂടാതെ ഫാമിലി എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടും കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക? ബെറ്റർ ആയിട്ടുള്ള ജോബ് ട്രെയിനിങ്ങും അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കൊടുക്കുക. അല്ലാത്തവർക്ക് ജീവിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു വരുമാനം ഉറപ്പാക്കുന്ന രീതിക്കുള്ള ഫ്രീ സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻകം ഉറപ്പാക്കുന്ന രീതിക്കുള്ള ഒരു വെൽഫെയർ സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. യൂത്ത് ആയിട്ടുള്ള ആളുകൾ ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പരിധി വരെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ യൂണിവേഴ്സൽ തീമായിട്ട് വരുന്നതാണ് ചിൽഡ്രൻ വാണ്ട് ടു ബി ഹിയർഡ് ആൻഡ് ടേക്കൺ സീരിയസ്ലി. ദേ വാല്യൂ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആസ് എസെൻഷ്യൽ ടു റൈറ്റ് പ്രൊട്ടക്ഷൻ. പ്രോപ്പർ റൈറ്റ് പ്രൊട്ടക്ഷൻ നീഡ് പബ്ലിക് റിസോഴ്സസ് എസ്പെഷ്യലി ഫോർ മാർജിനലൈസ്ഡ്. ട്രെയിനിങ് ഓഫ് പ്രൊഫഷണൽ ഈസ് വൈറ്റൽ ടു റെസ്പെക്ട് ആൻഡ് സപ്പോർട്ട് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സൽ തീമായിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് അഫക്റ്റഡ് പീപ്പിൾ അതായത് കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് എന്തൊക്കെ വാല്യൂസും ചൈൽഡ് റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് കിട്ടേണ്ടത് എന്നുള്ള. ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് അഫക്റ്റഡ് പീപ്പിളിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് എന്തൊക്കെയാണ് ചൈൽഡ് റൈറ്റ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. In short, UNICEF play a key role in global and Indian child rights. Children themselves highlight issues like violence, justice, participation, care, discrimination, education, poverty. Consistent demand, listen to children, involve them, protect them, and allocate resources fairly. Importance and needs for the right of children. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം. ഹ്യൂമൻ റൈറ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻ റൈറ്റ്സിൽ നമ്മൾ ചിൽഡ്രൻസ് റൈറ്റ് അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടാക്കിയിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്ന് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട് അല്ലേ. ഇതൊക്കെയാണ് ആ കാരണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചിൽഡ്രൻസ് ആർ ഇൻഡിവിജ്വൽ, കുട്ടികളും വ്യക്തികളാണ് അല്ലേ. എപ്പോഴും അവർ ചെറുതല്ലേ, അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള പവറില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കുട്ടികളെ ഇങ്ങനെ പൊസസ് ചെയ്ത് വെക്കുക ചെയ്യുക അല്ലേ. അല്ലെങ്കിൽ ആ സമയത്ത് കുട്ടികളെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുക ചെയ്യാറല്ലേ. മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം കുട്ടികൾ ആരുടെയും സ്വത്തല്ല അല്ലേ, ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പാരൻസിൻ്റെയോ ഒന്നും സ്വത്തല്ല കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ അണ്ടറിൽ ജീവിക്കേണ്ട ഒരാളുകൾ മാത്രമല്ല, അവർക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ഡിഗ്നിറ്റിയും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത്. ചിൽഡ്രൻസ് ആർ ഇൻഡിവിജ്വൽ, ദേ ആർ നോട്ട് പൊസിഷൻ ഓഫ് പാരൻസ് ഓർ സ്റ്റേറ്റ്, ഹാവ് ഈക്വൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി. ചിൽഡ്രൻ ബിഗിൻ ലൈഫ് ആസ് ഡിപ്പെൻഡൻറ്റ് ബീയിങ്. കുട്ടികൾ എപ്പോഴും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അവരെ കെയർ ചെയ്യേണ്ടതും അതുപോലെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യലൊക്കെ വേണം അല്ലേ. അവരുടെ ലൈഫിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ പൂർണ്ണമായിട്ടും അഡൽറ്റിനെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു സമയത്ത് അവരുടെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കെയർ നൽകൽ മുതിർന്നവരുടെ അതായത് അഡൽറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫാമിലീസ് പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ സ്റ്റേറ്റിന് അത് ഹാൻഡ് ഓവർ ചെയ്യണം. അതായത് സ്റ്റേറ്റ് അത് ഏതെങ്കിലും ഫാമിലീസ് അതിൽ പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടികൾ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യം ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ആക്ഷൻസ് അഫക്റ്റ് ചിൽഡ്രൻ മോസ്റ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസ് അവരുടെ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലേ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു പോളിസീസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷനോ ഹെൽത്തോ വെൽഫെയറോ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു പോളിസീസ് ആയിക്കോട്ടെ, അതൊക്കെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു പോളിസി മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. അത് ഫ്യൂച്ചർ ജനറേഷനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കുട്ടികളെയോ ഒന്നും ഹാം ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം അല്ലേ. ഫോർത്ത് വൺ, ചിൽഡ്രൻസ് വ്യൂ ഷുഡ് ബി ഹിയർഡ്. കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതുപോലെ പൊളിറ്റിക്കൽ ലെവലിലൊക്കെ അത് പരിഗണിക്കപ്പെടുകയും കൂടെ വേണം അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, കുട്ടികൾ വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ കേൾക്കേണ്ടതുണ്ട് അല്ലേ. Their voices must be specially included in decision affecting them. Fifth one, rapid social changes disproportionately affect children.
സമൂഹത്തിലുണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. അതായത് ഫാമിലി ബ്രേക്ക് ഡൗൺ, ഗ്ലോബലൈസേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഡിജിറ്റലൈസേഷൻ, മൈഗ്രേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, വീക്കർ വെൽഫെയർ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിലുണ്ടാകുന്ന റാപ്പിഡായിട്ട് വരുന്ന പെട്ടെന്നായിട്ട് വരുന്ന ചേഞ്ചസുകളൊക്കെ കുട്ടികളെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. 6th വൺ, ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ സൊസൈറ്റീസ് ഫ്യൂച്ചേഴ്സ്. പോവർട്ടി ആയിക്കോട്ടെ, മാൽന്യൂട്രീഷൻ ആയിക്കോട്ടെ, പുവർ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ലാക്ക് ഓഫ് സേഫ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് കുട്ടികൾക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു വികസനം അല്ലെങ്കിൽ കുട്ടികളുടെ വെൽബീയിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ ഫ്യൂച്ചർ വെൽബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മുടെ നേഷൻ്റെ ഫ്യൂച്ചർ വെൽബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ചിൽഡ്രൻ വെൽബീയിങ് ഈസ് ഈക്വൽ ടു നേഷൻ വെൽബീയിങ് എന്നുള്ള രീതിക്ക് നമുക്കതിനെ പറയാവുന്നതാണ്. 7th വൺ, ഹൈ സോഷ്യൽ കോസ്റ്റ് ഓഫ് നെഗ്ലക്റ്റിംഗ് ചിൽഡ്രൻ. നമുക്കറിയാമല്ലേ, ഇപ്പോഴുള്ള കുട്ടികളാണ് നമ്മുടെ നേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെയൊക്കെ ഫ്യൂച്ചർ ജനറേഷനായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ കുട്ടികൾ ഏർലി സ്റ്റേജസിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ക്യാരക്ടറൊക്കെ ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. കുട്ടികളെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ല, നമ്മൾ അവരെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്, നമ്മൾ അവരെ അവഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റിക്ക് വരുത്തുന്ന നഷ്ടങ്ങൾ, ആ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. ആ കുട്ടികളുടെ ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസ് ചിലപ്പോൾ നമുക്ക് സൊസൈറ്റിക്ക് ഹാർംഫുള്ളായിട്ട് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇല്ല എങ്കിൽ അവരെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഹൈ ലോങ് ടേം സോഷ്യൽ ആൻഡ് എക്കണോമിക് കോസ്റ്റ് ആയിട്ട് മാറും അല്ലേ. ഈ കാര്യങ്ങളാണ് അഫക്റ്റഡ് പീപ്പിളിൻ്റെ പാർട്ടിൽ നിന്നും നമ്മൾ ചൈൽഡ് റൈറ്റ്സിനെ വ്യൂ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഇതോടുകൂടി ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. താങ്ക് യു.